അസ്സലാമലൈക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു മുട്ടക്കറിയും പത്തിരിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. സോ ആദ്യം വെളിച്ചെണ്ണ എടുത്തു, പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം, കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. പിന്നെ ഞാൻ മുളകില്ല, പച്ചമുളക് അത് നന്നായി ഉടച്ച് നമ്മൾ മറ്റേതിൽ കുത്തിയിട്ടില്ല, അങ്ങനെ ചതച്ചെടുത്താണ്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ചെടുത്തത്. നമ്മൾ ഈ ഫ്രഷില്ല, നമ്മളിങ്ങനെ അരച്ച് വെക്കില്ല ഫ്രിഡ്ജിൽ, അതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി നല്ല മണം. നമ്മൾ ഇടുമ്പോഴേക്കും എന്താ ഒരു മണം അറിയാമോ, നമ്മുടെ ഭയങ്കര മണമായിരുന്നു. ആ ഒരു പച്ച മണം മാറിയതിന് ശേഷം ഭയങ്കര ഒരു നല്ലൊരു ഫ്ലേവർ വരും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് തല ചതച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു നല്ല എനിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും, എന്നിട്ടാണ് ജസ്റ്റ് നമ്മൾ എടുത്ത് യൂസ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ചതച്ചിട്ടിടുമ്പോൾ അതിന് വേറൊരു നല്ലൊരു മണം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. നല്ലൊരു മണം വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു അതാണ് കുറച്ച് നമ്മൾ ഫ്രഷായിട്ട് അപ്പോൾ കൊടുക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നി. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം. അരച്ച് വെച്ചതൊന്നും ടേസ്റ്റ് ഇല്ല എന്നല്ല, പക്ഷേ ഇതും ഒരു പ്രത്യേക ഒരു നല്ലൊരു ചെറിയൊരു വ്യത്യാസം തോന്നി. പിന്നെ സവാള ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു. പിന്നെ ഞാൻ മുട്ട പുഴുങ്ങാൻ കെറ്റിലിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് കറി ഫുൾ അവസാനിക്കുന്നതിന് മുന്നേ ഞാൻ വീഡിയോ ഓഫായി. പിന്നെ ഞാൻ സൈഡിൽ പത്തിരിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് നമ്മളിങ്ങനെ വെച്ച് പരത്തുന്നതിനേക്കാളും ഇഷ്ടം ഈ ടേബിൾ ടോപ്പിൽ പരത്തുന്നതാണ്. എനിക്ക് അതാണ് കുറച്ചും കൂടി കംഫർട്ടായി തോന്നുക. പിന്നെ ഇവിടെ കുറേ ഉരുട്ടുന്ന സാധനമുണ്ട്, പക്ഷേ എനിക്ക് ഈ PVC പൈപ്പിൻ്റെ ഉരുട്ടുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി. ഞാൻ ചപ്പാത്തി, പത്തിരി, പൂരിയൊക്കെ ഈ സംഭവം തന്നെയാണ് യൂസ് ചെയ്യുക. ഞാൻ പത്തിരിക്ക് ഒരുപാട് മാവൊക്കെ എനിക്ക് നന്നായിട്ടൊക്കെ എടുക്കാൻ അറിയാം, പക്ഷേ കറക്റ്റ് നല്ല ഷേപ്പിലൊന്നും വരുന്ന ഒരാളൊന്നുമല്ല ഞാൻ. സോ എന്തെങ്കിലും കുറ്റവും കുറവുകളൊക്കെ ഉണ്ടാവും, ഒക്കെ ഒന്ന് പൊരുത്തപ്പെടും. പക്ഷേ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ പത്തിരിക്ക് കറക്റ്റ് ഷേപ്പൊന്നും കിട്ടില്ല, അങ്ങനെയാണ്. പക്ഷേ പത്തിരി അത്യാവശ്യം നല്ല പത്തിരി തന്നെയാണ് എൻ്റെ. സോ പത്തിരിയും മുട്ടക്കറിയാണ്. നൈറ്റാണ് ഇത് ഉണ്ടാക്കിയത്, രാത്രിക്കാണ് ഉണ്ടാക്കിയത്. സോ സ്കൂളുള്ള ദിവസം ഫുള്ളും ബറി ആയിരിക്കും, നമുക്കൊന്നും നേരെ രാവിലെ സമയമേ ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് ലഞ്ചും സിമ്പിളായിരിക്കും. അവർക്ക് ഇപ്പോൾ ഇക്കാക്കും റിഹുവിനും കൊടുത്തു വിടണം. അതുണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറൊന്നും ഞാനും ഉണ്ടാക്കാൻ നിൽക്കില്ല, അതുതന്നെ കഴിക്കും. അങ്ങനെ സിമ്പിളായിട്ടായിരിക്കും സ്കൂളിലുള്ള ദിവസങ്ങളിലൊക്കെ പോകും. നമ്മളൊന്നും സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നും അധികമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. പത്തിരിയൊക്കെ ഭയങ്കര സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്കൂള് പൂട്ടിയ ദിവസം മുതൽ ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഞാൻ ജസ്റ്റ് വിചാരിച്ചു വൈകുന്നേരം, കാരണം ഞാൻ 5 മണിക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്, കുറച്ച് കുട്ടികൾ ട്യൂഷൻ എടുക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് എനിക്കൊന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ കുറച്ച് ഫ്രീ ടൈം ആയിട്ടുള്ളത് കൊണ്ടാണ് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ തക്കാളി ഇട്ടു, കയ്യിൽ മാവുണ്ട്. കാരണം വെറുതെ ഞാൻ അവിടെ അപ്പുറത്ത് പത്തിരി പരത്തുന്നതുകൊണ്ട് ഇത് വെറുതെ കഴുകി പറഞ്ഞു വെച്ചാൽ പിന്നെ പത്തിരി കയ്യിൽ മൊത്തം ഒട്ടും. അതുകൊണ്ടാണ് ഞാൻ കഴുകാണ് അങ്ങനെ ഇട്ടത്. പിന്നെ ഇതിലാവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഇടാം. എപ്പോഴുള്ള സാധാ മസാലപ്പൊടികളും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ചിക്കൻ മസാല. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടാനവരൊക്കെ ഇടാം. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഞാൻ താളിക്കുന്ന സമയത്ത് കുറച്ച് പെരിഞ്ജീരകം ഇട്ടതുകൊണ്ട് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടില്ല. അങ്ങനെ ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, അടിപ്പിടിക്കാണ്ട് നോക്കുക. ഇതിൻ്റെ പുതിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്, പക്ഷേ അതിൻ്റെ സൈഡൊക്കെ കണ്ട ഒരു സംഭവം മുന്നേ പോയിരിക്കണം. അതിന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഞാൻ കറിക്ക് വെച്ച് നോക്കിയപ്പോൾ അത് എടുത്തേ ഉള്ളൂ. അങ്ങനെ കറി അത് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഏത് കറി വയ്ക്കുമ്പോൾ, മസാലക്കറി വയ്ക്കുമ്പോഴും നന്നായിട്ടൊന്ന് വഴറ്റുക. തക്കാളിയും സവാളയൊക്കെ നന്നായി വഴറ്റുമ്പോൾ തന്നെ കറിക്ക് നല്ല മണമായിരിക്കും. അതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇവർക്ക് പിന്നെ ഈ രാവിലെ മദ്രസ തിരക്ക്, ഇക്കാക്കൊക്കെ ഓഫീസ് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ നമ്മളൊന്നും ജസ്റ്റ് എപ്പോഴും ഉണ്ടാക്കാൻ ദോശ. ഇവിടെ ദോശ ഇഡ്ഡലി വിട്ട് വേറെ കളിയില്ല. പിന്നെ ഉപ്മാവിൻ്റെ ഒരു മേളമായിരിക്കും. അങ്ങനെ ആ ഉപ്മാവ് ഉണ്ടാക്കിയ റിഹോ കഴിക്കില്ല. അങ്ങനെയൊക്കെയാണ് രാവിലത്തെ ഹറിബറി. പിന്നെ രാത്രിയാണ് എനിക്കിപ്പോൾ ടൈമുള്ളത് കൊണ്ടാണ്, അതുകൊണ്ടാണ് നമുക്ക് രാവിലെ ഒന്നും അധികം ഉണ്ടാക്കാൻ പറ്റാത്തത്.
പിന്നെ ഇവർക്ക് ലീവുള്ള ദിവസമാണ് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ എന്താക്കി സ്പെഷ്യലൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവർക്ക് സമാധാനത്തിലിരിക്കാൻ, അവരും വീട്ടിൽ സമാധാനത്തിലിരിക്കണം, അപ്പോഴേ നമുക്ക് ചെയ്യാൻ തോന്നുള്ളൂ. പിന്നെ അതാ മുട്ട, ഒരു മുട്ട ഞാൻ ജസ്റ്റ് കരണ്ടിയിലാക്കിയിട്ട് ഒന്നൊന്ന് ഉടച്ച് എന്ന് വിട്ടിട്ടുണ്ട്. മുട്ട ഞാൻ പുഴുങ്ങി അവിടെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഇട്ടു, ലാസ്റ്റാണ് ഇട്ടത്. പക്ഷേ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടില്ല. സോ തേങ്ങയില്ലാണ്ട് ജസ്റ്റ് ഒരു ഗ്രേവി പോലെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് പത്തിരിക്ക്. പക്ഷേ കറി കുറച്ച് എരിവ് കൂടുതലായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു സംഭവം. അപ്പോൾ നന്നായി തിളയ്ക്കട്ടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും റെസിപ്പീസ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്ത് വീഡിയോസ് ഇടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. നൈറ്റോ മോർണിംഗോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു ഈസി റെസിപ്പി തന്നെയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. തേങ്ങയൊന്നും ഒഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഒഴിക്കാം, ഞാൻ തേങ്ങ ഒഴിക്കാതെ വെച്ചത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മുട്ട നന്നായിട്ടൊന്ന് തിളച്ച് മുട്ടയൊക്കെ ഒന്ന് വെന്തൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം, ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് ഒരു മുട്ട നമ്മൾ ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് നമുക്ക് പുഴുങ്ങിയ മുട്ട അതിലേക്ക് ഇട്ടാൽ മതി. സോ ഈസി കറിയാണ്. ചപ്പാത്തിൻ്റെ കൂടെ, പത്തിരിൻ്റെ കൂടെ, നൂലിപ്പുട്ടിൻ്റെ കൂടെ, ആപ്പത്തിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ പറ്റുന്ന ഒരു നല്ല അടിപൊളി കറിയാണ്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് ക്യാമറ അങ്ങോട്ട് മാറിപ്പോയി, അതുകൊണ്ട് ഫുള്ളായി കിട്ടിയിട്ടില്ല. സോ ഇഷ്ടപ്പെട്ടവർ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വെച്ച്, കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ട് നല്ല മണമായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാണുന്നു. താങ്ക് യു.